പെഹൽഗാം അക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ രൂപീകൃതമായിട്ടുള്ളൊരു സംഘടനയാണ്. ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയായിട്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരുപാട് പേര് ഫിസിക്കലി അതിൻ്റെ ഒരു മീറ്റിംഗ് കൂടുകയും അതൊരു സംഘടനയായിട്ട് ഔദ്യോഗികമായിട്ടൊരു സംഘടനയായിട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം സംഘടിപ്പിച്ച മീറ്റിങ്ങുകൾ അതിലൂടെയൊക്കെയാണ് ഏകോപനങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഒരു മൂവ്മെൻ്റായിട്ട് 26 ജീവനുകളാണ് പെഹൽഗാമിൽ പൊലിഞ്ഞത്. നമ്മൾ 26 ബൈക്കുകളുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശങ്കര ജന്മസ്ഥാനത്ത് നിന്നാണ് യാത്ര ആരംഭിച്ചത്. കാലടിയിലെ ശങ്കര ജന്മസ്ഥാനത്ത് നിന്നാണ് യാത്ര ആരംഭിച്ചത്. ഇത് LOC വരെ തീത്വാളിലെ ശാരദാ യാത്രാക്ഷേത്രം വരെയാണ് സഞ്ചരിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട്. സ്ത്രീകൾ, കുട്ടികൾ, കുഞ്ഞുങ്ങൾ, ജോലിയുള്ള ആളുകൾ, അല്ലെങ്കിൽ IT പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ, എഞ്ചിനീയർമാർ, കർഷകർ, അങ്ങനെ എല്ലാവരും മലയാളി ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറയാം. ഭാരതത്തിൻ്റെ ദേശീയ വികാരത്തെ ഉണർത്താൻ വേണ്ടി ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് നിന്ന് വടക്കേ അറ്റം വരെ നമ്മളൊരു വലിയ മെസ്സേജുമായിട്ട് സഞ്ചരിക്കുകയാണ്. ചലോ LOCയുടെ പ്രസിഡന്റ് ശ്രീ മണി കാർത്തിക്കാണ് നമ്മുടെ കൂടെ ഉള്ളത്. സെക്രട്ടറി സുകന്യ കൃഷ്ണ, ട്രഷറർ സുമേഷ് ജി, വൈസ് പ്രസിഡന്റ് രഞ്ജിത് ജി, ഇവരൊക്കെയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 26 വണ്ടികളാണ്. ഇടയിലൊക്കെ വെച്ച് നമുക്ക് ധാരാളം ബൈക്കുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള സങ്കല്പ സംഖ്യ 100 ബുള്ളറ്റുകൾ എന്നാണ്. ബുള്ളറ്റ്സ് അഗെയിൻസ്റ്റ് ബുള്ളറ്റ്സ് എന്നുള്ളതാണ് ഇതിൻ്റെ ആശയം. ബുള്ളറ്റുകളെ കൊണ്ട് നമ്മളെ നിശബ്ദരാക്കാൻ വേണ്ടിയാണ് ചിന്തിച്ചത് എങ്കിൽ ഞങ്ങളുടെ ബുള്ളറ്റുകൾ ശബ്ദിക്കുന്നത് ഭീകരതയ്ക്കെതിരെയാണ്. നോ ഫിയർ അഗെയിൻസ്റ്റ് ടെററിസം, അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഭീകരതയോട് യാതൊരു വിധത്തിലുള്ള സന്ധിയുമില്ല എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ചലോ LOC ടീം യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ കോയമ്പത്തൂർ ശാരദാ ശൃംഗേരി ആശ്രമത്തിൽ ആണ് എത്തിയിട്ടുള്ളത്. ആദ്യത്തെ ദിവസം വളരെ വിജയകരമായി പൂർത്തിയാക്കി. നാളെ രാവിലെ ഞങ്ങൾ ബാംഗ്ലൂർക്ക് യാത്ര തിരിക്കുന്നുണ്ടാവും. സേഫ്റ്റി നമ്മുടെ റോഡ് സേഫ്റ്റി കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ കൂടെ ആളുകളുടെ ഹെൽത്ത്, വെൽനസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒരു ഡോക്ടേഴ്സ് ടീം സഞ്ചരിക്കുന്നുണ്ട്. സാമാന്യ മെക്കാനിക്സ് കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളുണ്ട്. ഇതൊക്കെയാണ് റോഡ് സുരക്ഷ, ആളുകളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ പരിഹരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇനി LOCയിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ പട്ടാളമൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ആണ് തീരുമാനിക്കുന്നുണ്ടാവും. അങ്ങനെ എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സിനും ഞങ്ങൾ മെയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകമായിട്ട് ആരോടും സപ്പോർട്ട് ചോദിക്കുകയൊന്നും ചെയ്തിട്ടില്ല. എന്നാലും എല്ലാ സ്ഥലത്തും വലിയ സന്നദ്ധ സംഘടനകൾ, NGOകൾ ഇവരൊക്കെ ഞങ്ങളോട് വളരെ നന്നായി തന്നെയാണ് സഹകരിക്കുന്നത്. മണി കാർത്തിക്, പ്രസിഡന്റ്, ചലോ LOC.